ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ അദ്ദേഹം പരിചയപ്പെടുത്തിയ പോലെ ഒരു ബാങ്കിങ് മേഖലയായിരുന്നു. 30-35,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോ ആ ശമ്പളം കിട്ടുന്ന സമയത്തും ഈ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ പൈസക്ക് അത്യാവശ്യക്കാരനായിരുന്നു. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യണമെന്ന് ഒരു കാരണവശാലും വിചാരിച്ചതല്ല. കാരണം എന്താ വെച്ചാല്, ഈ ഓപ്പർച്യൂണിറ്റി ആളുകളെ ചേർക്കുന്ന, ആളെ പിടിക്കുന്ന, ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാന്ന് ആദ്യമേ ഒരു വിധിയുണ്ട്. അപ്പൊ ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ആളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്കറിയാം, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്, അപ്പൊ ഇനി ഇപ്പോഴല്ല ഇത് കേൾക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഇനി ആ പരിപ്പ് എന്ത് ചെയ്യണ്ട, എൻ്റെ അടുത്ത് വേവിക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരെടുത്ത് നിങ്ങൾ അവർക്കിത് മനസ്സിലാവുന്നവരെ ഫോളോ അപ്പ് ചെയ്യും. അവരെ കൊണ്ട് നിർബന്ധിച്ചെങ്കിലും അവരെ കമ്മിറ്റ്മെന്റിന് മുകളിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഐഡിയ എടുപ്പിച്ച് ഈ ബിസിനസിന്റെ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോ സത്യത്തില് എന്നെ ഇന്നിങ്ങോട്ട് ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള താഹിറാമേട്ടാണ്. ഞാൻ അവർക്ക് ആദ്യമായിട്ടൊരു നന്ദി അറിയിക്കുകയാണ്. സത്യത്തില് എന്നോട് പറഞ്ഞത്, സാറേ പിന്നെ സാറ് നല്ല എനർജിയിലെ ആളാണ്, അപ്പൊ സാർ ആ എനർജിയാണ് എന്ത് ചെയ്യേണ്ടത്, ടീമിന് പാസ് ചെയ്യുന്നത്. സത്യത്തില് ഇന്നലെ വലിയ പ്രോഗ്രാം കഴിഞ്ഞ് നല്ലോണം എനർജി കിട്ടി, നല്ല ഒരു വിഷനോട് കൂടി, നല്ലൊരു ഡ്രീമോട് കൂടി ഇറങ്ങിയ ആളുകൾക്ക് നല്ല ബിരിയാണി കഴിച്ച് അല്ലെങ്കിൽ വയറ് നിറച്ചിരുന്ന ആളുകൾക്ക് ഒരു കട്ടൻ ചായ കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോ എന്റേത് എന്താണ്, വലിയ എനർജിയൊക്കെ നിങ്ങൾക്ക് ഇന്നലെ കിട്ടി. എന്റേത് വലിയ എനർജിയൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിന്റെ മുകളിൽ കട്ടൻ ചായ എന്നുള്ള നിലയ്ക്കാണ് സത്യത്തിൽ ഞാൻ പറയുന്നത്. അപ്പോ അങ്ങനെ ഈ ബിസിനസ്സിനെ ശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയാണ്. ഈ ആളെ ചേർക്കുന്ന പരിപാടിയെ ശക്തമായിട്ട് എതിർത്ത കക്ഷിയാണ്. പക്ഷേ എനിക്ക് ഈ അവസരം തന്നിട്ടുള്ള എന്റെ ബന്ധുവിനെ ഒരുപാട് പ്രാവശ്യം നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾ കൂടിയാണ്. ബിസിനസിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ബിസിനസ് ചെയ്യണമെന്ന് ഒരു കാരണവശാലും വിചാരിച്ചില്ല. അയാൾക്ക് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ് എടുത്തു. എടുത്ത സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റുകൾ ഹാൻഡ് വാഷ്, പേസ്റ്റ്, സോപ്പ്, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, പാത്രം കഴുകുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. കാരണം ഒരു 10,000 രൂപയ്ക്ക് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആളുകൾക്ക് കൊടുത്താൽ ആ 10,000 തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ്. മറ്റേ ചുവന്ന ബോട്ടിലുള്ള ഒരു സാധനവും, ലേഹ്യവും, അങ്ങനത്തെ 95 അങ്ങനത്തെ ഒരു സാധനവും ഞാൻ സെലക്ട് ചെയ്തില്ല. കാരണം എന്താ, ഞാൻ ഇയാൾക്ക് വേണ്ടി എടുത്ത്. അപ്പൊ ഈ സാധനം വിറ്റാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, പൈസ കയ്യിലാക്കുക. അല്ലാതെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നോ വെൽനസിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടോ ഇതൊന്നുമല്ല. അയാളെ ഒരു 4-5 പ്രാവശ്യം അയാൾ വീട്ടിൽ വന്നു, അയാൾ ഇങ്ങനെ മടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിന്റെ മോളാണ് സത്യത്തിൽ ഈ ബിസിനസ് മൈലേജ് രഞ്ജിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടോ ഇതിന്റെ പ്ലാന് മനസ്സിലായിട്ടോ ഒന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന്, ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും, ഫീൽഡ് കാണും, ഇട്ടിട്ട് പോരരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഹലോ. അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അതാണെങ്കിലും അദ്ദേഹം കൊണ്ടുതന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വേറെ കുറെ ചുവന്ന ബോട്ടിലുകൾ, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷും പേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലായിട്ടും മറ്റേ ചുവന്ന ബോട്ടിലുകളാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, എന്താക്കണം എന്നൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹത്തിനോടൊന്നും പറയാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അതിൽ 1-2 പ്രോഡക്റ്റ്, ലിബോഗൈൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്നോട് പറഞ്ഞു, എടാ ഇത് നെഞ്ചരിച്ചൽ നല്ലതാണ്, അമ്മയ്ക്ക് നെഞ്ചരിച്ചൽ ഉണ്ടല്ലേ, കൊടുത്തു പറഞ്ഞു. അത് കൊടുത്തു, അതിന് റിസൾട്ട് കിട്ടി. പിന്നെ അതില് വുമൺ കമ്പനി ഉണ്ട്, അത് പെങ്ങൾക്ക് കൊടുത്തു, റിസൾട്ട് കിട്ടി. പിന്നെ അതില് ഹെയർ ഓയിലും ഷാമ്പു ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് താരന്റെ പ്രശ്നത്തിന് അത് റിസൾട്ട് കിട്ടി. ബാക്കി കുറെ പ്രൊഡക്റ്റുകൾ, കവചപ്രാശം പോലുള്ള പ്രൊഡക്റ്റുകൾ, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റുകളെല്ലാം ബോക്സിലാക്കി ഞാൻ എൻ്റെ ബൈക്കിന്റെ മുകളിൽ വെച്ചു. ഞാൻ നേരെ പോയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഗുരുനാഥനും കൂടിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഇത് എൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഈ ലേഹ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഈ ലേഹ്യം കുടിച്ചാൽ ഭയങ്കര ഉന്മേഷമായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും, ക്ഷീണങ്ങളൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും. ഹലോ, ഈ പറയുന്ന കവചപ്രാശത്തെ കുറിച്ചാണ്. സത്യത്തിൽ അതിന്റെ പേര് പോലും എനിക്കറിയില്ല, എന്തൊക്കെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അടിപൊളി സാധനമാണ്. അപ്പൊ വാങ്ങി നോക്കി എന്നോട് പറഞ്ഞു, ഭയങ്കര വിലയാണല്ലോ. ഞാൻ പറഞ്ഞു, വിലക്കുള്ള ഗുണം അതിലുണ്ട്. എന്നോട് എന്തൊക്കെയാ ചേരുവകളുള്ളത്. അങ്ങനെ ഞാൻ വേഗം ബ്രോഷർ എടുത്തു. ഒരു ബ്രോഷർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ ബ്രോഷർ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതിന് നന്നാകും, നിങ്ങൾ വായിച്ചു നോക്കുന്നതായിരിക്കും. നമ്മളതിൽ വായിച്ചു നോക്കി, ആ കവചപ്രാശം നിലനിർത്തലൊന്ന് വായിച്ചു നോക്കി. അപ്പൊ അദ്ദേഹം വായിച്ചു നോക്കരോ, അതിൽ അമുക്കുരുണ്ട്, അശ്വഗന്ധുണ്ട്, അതേപോലെ തന്നെ നീർമരുതുണ്ട്, നെല്ലിക്കുണ്ട്, പിന്നെന്താണ് ബ്രഹ്മിയുണ്ട്, അങ്ങനെ 42ഓളം ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊക്കെ അടിപൊളി ചേരുവകളാണ്. ഞാൻ പറഞ്ഞു, അടിപൊളി ഇല്ലാത്ത സാധനം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയല്ലോ.
ഹലോ, ഇതിൽ ഇന്നെന്ന ചേരുവകളുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ ഞാൻ ആ സമയത്താണ്, അദ്ദേഹം വായിച്ചു കേൾക്കുന്ന സമയത്താണ്. അപ്പൊ എന്നോട് ചോദിച്ചത് എന്തിനൊക്കെയാ പറ്റുക? ഞാൻ പറഞ്ഞു ബിജോട്ട അതിന് അടി കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കി, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആ അടിപൊളിയാ. അപ്പോ പിന്നെ എന്താണ് ആസ്മയ്ക്ക് അലർജിക്ക് റിസൾട്ട് ആവും, ഞാൻ പറഞ്ഞു അതിനും അടിപൊളിയാ. അങ്ങനെ ഒരുപാട് കാര്യത്തിന് അടിപൊളിയാ. ഹലോ, എനിക്കിതേ അറിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റിയിലെ സാധനം ആണോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോ എന്നോട് നല്ല വിലയാണല്ലോ. ഞാൻ പറഞ്ഞു ക്വാളിറ്റിയുള്ള സാധനത്തിന് വില ഉണ്ടാകുമല്ലോ. ഞാൻ വിലയല്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിലയല്ല നോക്കിയത്, ക്വാളിറ്റി ഉണ്ടോന്നാ. ഇപ്പൊ വില കുറവാണ്, സാധനത്തിന്റെ ക്വാളിറ്റി ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളെ പറ്റിക്കലല്ലേ. അപ്പൊ അതുകൊണ്ട് വിലയുള്ള സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കവചപ്രാശം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം 1500 രൂപ അന്ന് കവചപ്രാശത്തിന് 1200 രൂപയാണ് MRP. ഇന്ന് എത്ര 1400 ചില്ലാണെന്ന് എനിക്ക് തോന്നുന്നു MRP. അന്ന് 1200 രൂപയാണ്. 1200 രൂപയ്ക്ക് 1500 രൂപ എന്റെ കൈ തന്നു. ഞാൻ ബാക്കി കൊടുക്കാൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കച്ചവടം തുടങ്ങിയല്ലേ, ഐശ്വര്യമായിട്ട് തുടങ്ങി, ബാക്കി വേണ്ട, ബാക്കി വെച്ചോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ചാർജായി. കാരണം 800 രൂപയ്ക്ക് അന്ന് കവചപ്രാശം DP പ്രൈസ്, ഇന്ന് 955. അന്ന് 800 രൂപ. ഈ 800 രൂപേന്റെ സാധനത്തിന് സത്യത്തില് എനിക്ക് കയ്യിലേക്ക് വന്നിട്ടുള്ളത് 900 രൂപ, സോറി 700 രൂപ എന്ത് ചെയ്തു, അധികം കിട്ടി. 700 രൂപ അധികം കിട്ടി. ഏത് സമയത്ത് എന്നറിയാം? കൊറോണ സമയത്ത്. നിങ്ങൾ നോക്കണം, ബാങ്കിൽ നിന്ന് ശമ്പളം സ്റ്റോപ്പായി കിടക്കുന്ന സമയത്ത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ നിസ്സാരമായിട്ട് വെക്കുക. കാരണം അത്യാവശ്യം ഒരു മേജർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറയുന്ന കവചപ്രാശമൊക്കെ. അപ്പൊ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തു, കുറച്ച് ആളുകൾക്ക് ഞാൻ കൊടുത്തു. ഞാൻ പേസ്റ്റോ കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള കാര്യമാണ്. പേസ്റ്റോ കൊടുത്ത് എന്റെ സുഹൃത്തിനോ കൊടുത്തു. ഞാൻ പറഞ്ഞ 200 രൂപ എടുത്തു തന്നു. സാധനം ഒന്നും പറഞ്ഞില്ല. 200 രൂപ വാങ്ങി ഞാനൊരു പേസ്റ്റ് സോപ്പ് എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, കൊടുത്തു. അപ്പൊ പൈസയോ കയ്യിൽ വന്നു. ബാക്കി കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഇത് വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ എന്റെ ലീഡേഴ്സ് വന്നു. ലീഡേഴ്സ് നിരന്തരമായിട്ട് എന്നെ മീറ്റിങ്ങിൽ വിളിക്കും. പ്രസാദ് സാറിന്റെ വീട്ടിൽ നിന്നാണ് മീറ്റിംഗ്. ആ മീറ്റിംഗ് പങ്കെടുക്കണം. ആ മീറ്റിംഗ് പങ്കെടുത്താൽ ഇതിന്റെ കുറെ സാധ്യതകൾ മനസ്സിലാവും. പക്ഷെ ഞാൻ മീറ്റിങ്ങിന് പോവുക, മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗിൽ എത്തുക. മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. സത്യത്തിൽ എന്തില്ല, ഈ ബിസിനസിനെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലായില്ല. പക്ഷെ ഇയാൾ വിളിക്കുന്നുണ്ട്, നിരന്തരം മീറ്റിംഗ് പോകും. ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സമയം എന്ത് ചെയ്യരുത്, സമയം വെറുതെ കളയരുത്. മീറ്റിംഗിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഇതിന്റെ സാധ്യത മനസ്സിലായിക്കൊള്ളണം. ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ എനിക്കൊരു വർഷം പോയിട്ടുള്ളത്. ഒരു വർഷം സത്യത്തിൽ പോയിട്ടുണ്ട് ഇത് മനസ്സിലാവാഞ്ഞ്. അങ്ങനെ ഏതോ ഒരു മീറ്റിംഗിന്, ഏതോ ഒരു ട്രെയിനിങ്ങിന്, ഒരു ലീഡറെ സ്പീച്ചിൽ എനിക്കിന്റെ സാധ്യത കത്തി. ഞാൻ അതുവരെ കരുതിയിരുന്ന ആളെ ചേർക്കുന്ന പരിപാടി മോശമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് സത്യത്തിൽ ആടെ പൊളിഞ്ഞു വീണുന്നില്ല. അപ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലായി, ഇത് നിയമപരമാണ് എന്നുള്ളത് മനസ്സിലായി, ഇത് ആളുകളോട് പറയുന്നത് മോശമല്ല എന്നുള്ളത് മനസ്സിലായി, ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ കൊണ്ടുവരുന്ന ആളുകളും 100 കണക്കിന് ആൾ നല്ല കോണ്ടാക്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആരോട് പറഞ്ഞാലും പറ്റിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിന്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ മനസ്സിലായ സമയത്ത് എന്ത് ചെയ്തു, ഈ ബിസിനസ് പതിയെ സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോ ഇത് ആദ്യം പോയിട്ട് ഒറ്റയ്ക്ക് കുറെ ആളുകളോട് പറഞ്ഞു. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പണി, നിങ്ങൾ 2 ആളെ ചേർക്കാൻ നോക്കലായിരിക്കും. അവിടെ ഈ 2 ആള് ചേരുകയില്ല, നിങ്ങളെ മനസ്സിലുള്ള 2 ആള് പോവുകയും ചെയ്തു, നിങ്ങൾ ഈ ബിസിനസ്സിൽ നെഗറ്റീവ് ആവുകയും ചെയ്തു. കാരണം എന്താ, ലീഡർ പറഞ്ഞതുപോലും അല്ലപ്പ, ആളെ അങ്ങനെയൊന്നും എളുപ്പത്തിൽ കിട്ടുകയില്ല. ഇങ്ങനെയുള്ള ധാരണയിലേക്ക് നിങ്ങൾ വരികയും ഈ ബിസിനസ് നെഗറ്റീവ് ആയിരിക്കും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഇത് എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആളുകളൊന്നും ഈ ബിസിനസ്സിൽ വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മേഖലയെ കുറിച്ച് പഠിക്കണം, ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യണം. അല്ലാതെ ഇന്നലെ വരെ ഇപ്പൊ എന്നെ കേൾക്കുന്ന ഹുസൈൻ സാറ് ചെയ്യുന്ന മേഖല എന്താന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മരക്കാർ സാറ് മുമ്പ് ചെയ്ത മേഖല എന്താന്ന് എനിക്കറിയില്ല. ആ മേഖലയിൽ അവർ എക്സ്പീരിയൻസ്ഡാ. ഞാൻ നാളെ വന്ന് ഒറ്റയടിക്ക് ആ മേഖല ചെയ്ത് അങ്ങനെ ഉണ്ടാവും, വിജയിക്കോ പരാജയപ്പെടോ? മരക്കാർ സാറ് ചെയ്ത മേഖല ഞാൻ നാളെ വന്ന് ഒറ്റയടിക്ക് ചെയ്താൽ, എനിക്കറിയാലോ ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത മേഖല എന്തായാലും അദ്ദേഹം ചെയ്ത മേഖലയിലേക്ക് ഞാൻ ഒറ്റയടിക്ക് വന്ന് ചെയ്താൽ ഞാൻ അതിൽ വിജയിക്കോ പരാജയപ്പെടുമോ? പരാജയപ്പെടും. യെസ്. അപ്പൊ എന്തുകൊണ്ടാണ്? ഇപ്പൊ നാട്ടില്
ഈ പശുവിനെ കച്ചവടം ചെയ്യുന്ന കണ്ടില്ലേ നിങ്ങൾ? പശുവിനെയും അതേപോലെ തന്നെ മൂരിനെയും ആടിനെയും കച്ചവടം ചെയ്യുന്ന കണ്ടില്ലേ? നമ്മൾ ഇഷ്ടം പോലെ കണ്ടില്ലേ? ഈ പശുവിനെ കച്ചവടം ചെയ്യണമെങ്കിൽ അല്ലെ ആടിനെ കച്ചവടം ചെയ്യാൻ 10 ദിവസം അതിനെ നോക്കിയിട്ടുള്ള പരിചയമെങ്കിലും വേണം. എത്ര ലിറ്റർ പാല് കിട്ടുന്നു, ആ പാല് കിട്ടാൻ എന്ത് ചെയ്യണമെന്നോ, അതിന് ഏതൊക്കെ സമയത്താണ് അതിന് ഭക്ഷണം കൊടുക്കേണ്ടതെന്നും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവും അതിനെ നോക്കിയിട്ടുള്ള ഒരു പരിചയമില്ലാത്ത ഒരു കക്ഷിക്ക് ഒരു പശുവിനെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഒരു പശുവിനെ തന്നാൽ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നാട്ടിൽ പശുവിന്റെ കച്ചവടം നടക്കുന്നില്ലേ? ആടിനെ കച്ചവടം ചെയ്യുന്നില്ലേ? മഴ കച്ചവടം നാട്ടിൽ നടക്കുന്നില്ലേ? എന്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, അറിവില്ല. എന്നാൽ മൈലേഴ്സിലേക്ക് ആളുകൾ വന്നാൽ പിറ്റേന്ന് തൊട്ട് ആളുകൾ എന്താ ചെയ്യുക? 2 ആളെ ചേർത്തു. ഹലോ, ചിലപ്പോൾ ആള് വരും, ചിലപ്പോൾ ആള് വരൂല. ഇനി വന്നു കഴിഞ്ഞാലും ആ ആളുകൾ നിലനിൽക്കണമെന്നില്ല. ഇനി വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ആവും. അപ്പൊ എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റ്, പുതിയ ആളുകൾ അറിയാത്ത പണി ഒറ്റയ്ക്ക് ചെയ്യാൻ പോയാൽ സ്വാഭാവികം എന്ത് ചെയ്യും? പാളിപ്പോവും. ഇങ്ങനെ എനിക്ക് പാളി. അങ്ങനെ ഞാൻ പിന്നെ ലീഡേഴ്സിനോട് ചോദിച്ചു ഇത് എങ്ങനെയാ ചെയ്യാൻ. അവര് പറഞ്ഞ പ്രകാരം പിന്നെ ചെയ്യാൻ തുടങ്ങി. അവരെന്നോട് പറഞ്ഞു ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. അതിലൊരു പക്ഷേ ലിസ്റ്റ് ഇടാത്ത ആളുകൾ ഉണ്ടാവാം, ലിസ്റ്റൊക്കെ തലച്ചോറിൽ വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഈ തലച്ചോറിൽ വെച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരാജയത്തിന്റെ ഒരു റൂട്ടാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയത്തിന്റെ റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിജയിച്ച ആളുകൾ പോയ വഴി കൂടി നിങ്ങൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, ഉമ്മർ ഉസ്താദ് പോയ വഴി കൂടി, ബിജു ബി കെ സാർ പോയ വഴി കൂടി, താഹിറ മേഡം പോയ വഴി കൂടി, അയ്യൂബ് സാറും അല്ലെങ്കിൽ ഷാഹിർ സാറും റമീസ് സാറും അല്ലെങ്കിൽ നിങ്ങളെ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളും, ബെല്ലി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയ വഴി കൂടിയാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ നിങ്ങളെ ഈഗോ മാറ്റി വെച്ച് ലിസ്റ്റ് ഇടണം. നിങ്ങൾക്ക് ഈഗോ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കണ്ടിട്ടുള്ള കുറെ ആളുകളുണ്ട്, അവരോട് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ അതിൽ സെലക്ട് ചെയ്ത് കുറച്ച് ആളുകളെ മാറ്റി എഴുതി അവരെ ഈ ബിസിനസ് കേൾപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് ഹോം മീറ്റിംഗ് കൂടെ കേൾപ്പിക്കാം, 1-to-1 കൂടെ കേൾപ്പിക്കാം, GTS പ്രോഗ്രാം കൂടെ കേൾപ്പിക്കാം, വലിയ വലിയ ഇവന്റുകളിൽ കൂടെ കേൾപ്പിക്കാം, അതൊക്കെ കേൾപ്പിക്കാം. അപ്പൊ ആ ലിസ്റ്റ് എന്തായാലും നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഞാൻ അങ്ങനെ ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റ് ഇട്ട പ്രകാരം എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് നടത്തി, ഹോം മീറ്റിംഗ്. അത് ഹോം മീറ്റിംഗ് ആയിട്ടോ ഹോം ഷോപ്പ് ആയിട്ടോ എങ്ങനെ വേണേൽ നിങ്ങൾ നടത്താം. അങ്ങനെ നടത്തി 10-20 പേരെ വിളിച്ചു. വന്നത് 5-8 പേരാണ്. ഈ 8 പേരോട് എനിക്ക് ഈ ബിസിനസ് ഒരു സാധനം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, പക്ഷെ എന്റെ ലീഡർ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്ത് അതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ആ മനസ്സിലായി. എന്താ ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിച്ചോളൂ, ലീഡേഴ്സ് എന്ത് ചെയ്യും, പറഞ്ഞു തരും, ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞത്, ഇവിടെ കുറച്ച് പ്രൊഡക്റ്റുകൾ കാണുന്നില്ലേ, കുറച്ചൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അഭിപ്രായമാണ് സത്യത്തിൽ എനിക്കിതിൽ സീരിയസ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അവര് എന്ത് ചെയ്തു വെച്ചാൽ ആ പ്രോഡക്റ്റുകൾ വാങ്ങി, വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങി, പേസ്റ്റ് വാങ്ങിയ ആളുകളുണ്ട്, ചാമ്പിത്തേലം വാങ്ങിയ ആളുകളുണ്ട്, ലിവഗെയിൻ വാങ്ങിയ ആളുകളുണ്ട്. അങ്ങനെ സത്യത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത പ്രോഡക്റ്റുകൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ മീറ്റിംഗ് കൊണ്ട് ആദ്യം എനിക്കുണ്ടായ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 ദിവസം കൊണ്ട് അഭിപ്രായം പറഞ്ഞു തരണം, നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. അങ്ങനെ ഇവർ പറയാൻ ഞാൻ കാത്തുന്നില്ല. ഞാൻ ഇവരെ വീടുകളിലേക്ക് എന്ത് ചെയ്തു, എന്റെ ലീഡേഴ്സിനെ കൂട്ടി പിറ്റേന്ന് മുതൽ പോക്ക് തുടങ്ങി. അതിനാണ് ഫോളോ അപ്പ് എന്ന് പറയാം. ആ ഫോളോ അപ്പ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതാ ഞാൻ ഇങ്ങനെ അക്കൗട്ട് പറയുന്നത്. അങ്ങനെ അവരെ ഫോളോ അപ്പ് ചെയ്തു. അതിൽ നിർബന്ധിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ നല്ല റിസൾട്ട് പറഞ്ഞു. ആദ്യം എന്റെ അമ്മാവന്റെ മകൻ എന്റെ കൂടെ ഐഡിയ അടിച്ചു. എൻ്റെ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ എൻ്റെ സുഹൃത്ത് ഐഡിയ അടിച്ചു. അവർക്ക് വീട്ടിലേക്ക് വേണ്ട കുറെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്തു. അങ്ങനെ അവരത് വാങ്ങിയ സമയത്ത് ആദ്യത്തെ വരുമാനം 450 രൂപ എൻ്റെ അക്കൗണ്ട് കയറി. ഹലോ, ഞാൻ രണ്ടാമതൊന്ന് പോസിറ്റീവായി. കാരണം അതുവരെ അക്കൗണ്ട് പൈസ കയറിയിട്ടില്ലായിരുന്നു. അതുവരെ ഈ പ്രോഡക്റ്റ് വിറ്റിട്ടാണ് ലാഭം കിട്ടുക എന്നാണ് സത്യത്തിൽ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ 2,10,000 ഒന്നും കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ആളല്ല ഞാൻ. അപ്പൊ ആദ്യം കവചപ്പാശവും ലിവഗെയിനും ചാമ്പ്യത്തേലും കൊടുത്ത സമയത്ത് പൈസ കിട്ടി. രണ്ടാമതൊരു പൈസ കിട്ടിയത് ഹോം മീറ്റിംഗ് നടത്തി ആളുകൾ അതിൽ റിക്രൂട്ട് ചെയ്ത സമയത്ത്, നിർബന്ധിച്ച് കൊണ്ടുവന്ന സമയത്ത്, ഹലോ, 450 രൂപ അക്കൗണ്ട് കയറി, ആഴ്ച വരുമാനം. അപ്പൊ ഇനി ഇതിന്റെ ടെക്നിക്ക് പിടുത്തം കിട്ടി. തേന്മാവൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയില് മോഹൻലാൽ പറയുന്നുണ്ട്, എല്ലാത്തിന്റെയും കൂടെയുള്ള ആ ചേർത്താൽ മതി, ഇപ്പൊ അതിന്റെ ടെക്നിക്ക് പിടുത്തം കിട്ടി എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ആഴ്ച വരുമാനത്തിന്റെ ഒരു സുഖവും ദിവസ വരുമാനത്തിന്റെ ഒരു സുഖവും കിട്ടിയ സമയത്ത് എന്താ വെച്ചാൽ ഈ ബിസിനസ് എല്ലാം സീരിയസ് ആയി. അപ്പൊ കൊറോണ മൂർച്ഛിച്ചിരിക്കുന്ന സമയമാണ്. ഓരോ ആളുകളെയും ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, വീട്ടിൽ പോയി കണ്ടു. ഒരു ദിവസം
ഞാൻ വെറുതെ അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല. ഇതൊരു പാഷനായി, ഒരു ക്രൈസായി, ഒരു ഇഷ്ടത്തോടു കൂടി മൈ ലൈഫിന് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഒരു പ്രോഗ്രാമിന്, ഒരു മീറ്റിങ്ങിനും വേണ്ടി എന്റെ ലീഡേഴ്സിന് എന്നെ നിർബന്ധിക്കേണ്ടി വന്നില്ല. എന്ത് ട്രെയിനിങ് ഉണ്ടെങ്കിലും അതിന് മുമ്പിൽ ആദ്യത്തെ പേര് രഞ്ജിത്തിൻ്റെതായിരിക്കും. എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ആ പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുമ്പേ രഞ്ജിത്ത് അവിടെ എത്തിയിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അല്ലെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സെന്ററിൽ നിന്ന് ഇറങ്ങുക. അതൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി. ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രതിഫലം നോക്കാതെ നമ്മളൊരു ഇഷ്ടം, ഒരു പാഷൻ, അതൊക്കെ ഇതിൽ വേണം. അല്ലാതെ എനിക്കല്ല, ഇപ്പൊ എന്നെ കേൾക്കുന്നത് നിങ്ങൾ പല മേഖലയിലും നല്ല അറിവുള്ള ആളുകളാ, ഒരു സംശയമില്ല. എന്നെക്കാട്ടും ലോകപരിജ്ഞാനവും എന്നെക്കാട്ടും അറിവും എന്നെക്കാട്ടും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും മൈ ലൈഫിൽ വിജയിക്കാമെന്ന് വിചാരിക്കരുത്. എനിക്കെല്ലാം അറിയാം എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കും ഇല്ല, എന്തായാലും അങ്ങനെയുള്ള ആളുകള് ഒന്നും പഠിക്കാൻ തയ്യാറാവില്ല, ഒന്നും മനസ്സിലാക്കാൻ തയ്യാറാവില്ല. അവരെ ഈഗോ വെച്ച്, അവരെ തലക്കനം വെച്ച്, അവരെ അഹങ്കാരം വെച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ പച്ച തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഈ കാലയളവ് കണ്ടിട്ടില്ല. നേരെ മറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ പൊട്ടറാണ്. എന്റെ ലീഡേഴ്സ് പ്രായം കുറഞ്ഞവനായിക്കോട്ടെ, കൂടിയവനായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, വിദ്യാഭ്യാസം കുറഞ്ഞവനായിക്കോട്ടെ, എന്നെക്കാട്ട് സമ്പത്ത് കുറഞ്ഞവനായിക്കോട്ടെ, എന്നെക്കാട്ട് ജാതി കുറഞ്ഞവനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വേറെ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാള് മൈ ലൈഫ് സ്റ്റൈലിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്നെക്കാട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നെക്കാട്ട് എക്സ്പീരിയൻസ് ഇല്ല, അയാൾ പറഞ്ഞതുപോലെ കേൾക്കുക, ഒരു ഈഗോ അതിൽ വേണ്ട. അപ്പൊ അങ്ങനെ ലീഡേഴ്സ് പറയുന്നത് പോലെ കേട്ട്, ലീഡേഴ്സ് പറഞ്ഞ വഴി കൂടി സഞ്ചരിച്ചു, ലീഡേഴ്സ് പറയുന്ന ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും എല്ലാം അറ്റൻഡ് ചെയ്തു. ഹലോ, 10,000 രൂപ മുടക്കിയിട്ട് 5 പൈസ ഇതിന് വരുമാനം ഇല്ലാത്ത സമയത്ത്, തുടക്കത്തിൽ നമുക്ക് എല്ലാ ആഴ്ചയും വരുമാനം ഉണ്ടാവില്ലല്ലോ. ഹലോ, ആദ്യത്തെ ആഴ്ച 450 കിട്ടി, രണ്ടാമത്തെ ആഴ്ച 900 ആയതൊന്നുമല്ല. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യത്തെ ആഴ്ച 450 കിട്ടി, രണ്ടാമത്തെ ആഴ്ച വരുമാനമൊന്നുമില്ല, മൂന്നാമത്തെ ആഴ്ച വരുമാനമൊന്നുമില്ല, നാലാമത്തെ ആഴ്ച വരുമാനമൊന്നുമില്ല, അഞ്ചാമത്തെ ആഴ്ച ചിലപ്പോൾ 450 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1000 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2000 കിട്ടിയിട്ടുണ്ടാവും, ആറാമത്തെ ആഴ്ച വരുമാനമൊന്നുമില്ല. ഇങ്ങനെ ഒരു കണ്ടീഷൻ തുടക്കത്തിലുണ്ടാവും. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ചാണ് നമുക്ക് ബിസിനസ് വോളിയം ലഭിക്കുന്നതും അതിന്റെ 12% വരുമാനം ലഭിക്കുന്നത്. പല ആളുകൾ ഈ ബിസിനസ് വിട്ടുപോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താ പറയുക, നല്ല വരുമാനം ഉണ്ടാവും. ചിലപ്പോൾ ഗൾഫിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം ഉണ്ടാവും. ആ ശമ്പളമുള്ള സമയത്താണ് സുഹൃത്ത് ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. എന്നാ പിന്നെ ഓന് വേണ്ടിയിട്ട് ചെയ്തു വെക്കാം, രണ്ടാളെ അപ്പുറത്തും ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ ഇതിൽ കൂടി 450 210 വരെ കിട്ടുന്നു പറഞ്ഞിക്കല്ലോ, എന്നാ പിന്നെ നോക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് രണ്ടാളുകളെ 4 ആളുകളൊക്കെ ബിസിനസ്സിൽ കണക്ട് ചെയ്ത് നോക്കും. അങ്ങനെ നോക്കുന്ന ചില ആളുകൾ, ചിലപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ചിലപ്പോ അങ്ങനെ നോക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. നോക്കട്ടെ എന്നൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ രണ്ടാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അവൻ 5000 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരു 450 കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആ വന്ന കക്ഷി ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല, ഇവനും ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. കാരണം ഇവന്റെ ധാരണ എന്താ വെച്ചാൽ മറ്റോ ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പൊ മറ്റോനൊന്നും ചെയ്തില്ല, ഇവനൊന്നും ചെയ്തില്ല. ആത്തോണ്ട് രണ്ടാമത്തെ ആഴ്ച ഒരു വരുമാനം, ഒരു കുന്തം ഉണ്ടാവൂല. ഹലോ, അപ്പോ ഇവന്റെ ധാരണ എന്താ, ഈ രണ്ടാള് വന്ന് എനിക്ക് 450 കിട്ടിയിട്ടുള്ളൂ. മാത്രല്ല പിന്നെ ഇവര് കുറെ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനൊക്കെ വിളിക്കുന്നുണ്ട്. ഇന്നലെ ഒരു മെഗാ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ട്, അതിന് എനിക്ക് ഇത്ര രൂപ ടിക്കറ്റിന് ചെലവുണ്ട്, ഇത്ര രൂപ ബസ്സിന് കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സത്യത്തിൽ ഒരു 1000 രൂപ ചെലവുണ്ട്. കിട്ടിയത് എത്രയാ? 450. ഈ 450 കിട്ടാൻ ഞാൻ ഇവനോട് എത്ര പ്രാവശ്യം ഇവന്റെ പുറകെ നടന്നിട്ടുണ്ട്, 4-5 പ്രാവശ്യം ഇവനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദിവസം സമയം നഷ്ടമാണ്. എനിക്ക് എന്താണ് സത്യത്തില് വരുമാനം 1000 2000 രൂപയൊക്കെ ചെലവുണ്ട്, കിട്ടിയത് 450 രൂപയാണ്. അപ്പൊ സത്യത്തില് ആ ആള് നോക്കുന്ന സമയത്ത് മൈലേജ് നഷ്ടമാണ്. ഇങ്ങനെ നിർത്തിപ്പോകുന്ന ചില പൊട്ടന്മാരെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടരുത്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, മൈ ലൈഫ് സ്റ്റൈലിന്റെ എൻഡ് കണ്ടിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. എൻഡ് കണ്ടിട്ട്, ഹലോ, എൻഡ് കണ്ട് പ്രവർത്തിക്കണം. ഒരു 5 വർഷം ഈ ബിസിനസ് ചെയ്താൽ എന്താണ് ഗുണം? തുടക്കത്തിൽ എൻ്റെ കൂടെ രണ്ടാൾ വരുമ്പോൾ അവര് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്, അതിന്റെ ലാഭം ആണോ ഇതിന്റെ യഥാർത്ഥ വരുമാനം? അതല്ല. ഇതൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ, ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ കിട്ടുന്ന വരുമാനമാണോ ഇതിന്റെ യഥാർത്ഥ വരുമാനം? നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച എല്ലാ ലീഡേഴ്സും നിങ്ങൾക്ക് കിട്ടിയ വരുമാനം വാങ്ങി, നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ക്രൈസിസും അനുഭവിച്ച് പോയിട്ടുള്ള ആളുകളാണ്. അവർ ഇന്നത്തെ വരുമാനം, ഉമ്മർ ഉസ്താദിന്റെ ഇന്നത്തെ വരുമാനം നോക്കൂ.
റഷീദ് സാറിന്റെ ഇന്നത്തെ വരുമാനം നോക്കൂ, താഹിര മേഡത്തിന്റെ ഇന്നത്തെ വരുമാനവും റാങ്കും കാര്യങ്ങളൊക്കെ നോക്കൂ, അയ്യൂബ് സാറിന്റെയും അതേപോലെ തന്നെ റമീസ് സാറിന്റെയും ഷാക്കിർ സാറിന്റെയും ബിജു സാറിന്റെയും ഒക്കെ ഇന്നത്തെ വരുമാനവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കൂ. ഹലോ, അപ്പോ ഇതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഉമ്മർ ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. റഷീദ് സാറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, ഇവരൊക്കെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നും ഇതിന്റെ സാധ്യത മനസ്സിലായത് കൊണ്ട് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുകയും ഇതിന്റെ എൻഡ് കണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വരുമാനമുണ്ട്, വീട്ടിൽ അത്യാവശ്യം തേങ്ങ വറക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഈ ബിസിനസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് 2 ആളെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു 450 അല്ലെങ്കിൽ 1000 കിട്ടി, ഇതേ കിട്ടൂ ഇങ്ങനെ കിട്ടൂ, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയൊന്നും വരുമാനം ഉണ്ടാകില്ല എന്നൊക്കെ വിചാരിച്ച് നിർത്തിപ്പോയ ആളുകളെയും കണ്ടിട്ടുണ്ട്. ആ നിർത്തിപ്പോയ ആളുകള് അസല് പൊട്ടന്മാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പിടിച്ചു നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത കണ്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് വലിയ വലിയ റാങ്കുകൾ ഉണ്ടാവുമായിരുന്നു. നിങ്ങളുടെ ടീമിൽ മാത്രമല്ല, എല്ലാ ടീമിലും എന്തുണ്ട്, ഈ മനസ്സിലാക്കാതെ, അതാ പറയുന്നത് ഇതിന്റെ പ്ലാൻ ആണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കട്ടെ. വന്നത് എങ്ങനെയായിരിക്കാം, സുഹൃത്ത് വഴിയോ ബന്ധു വഴിയോ നിർബന്ധിച്ചിട്ടോ കമ്മിറ്റ്മെന്റ് കൊണ്ടോ കടപ്പാട് കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ ആയിരിക്കാം, പ്രോഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടോ എന്തുകൊണ്ടായിരിക്കാം. എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമല്ല, നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ള ചോദ്യം. എന്ത് മനസ്സിലാക്കി നിങ്ങൾ? അപ്പുറത്തും ഇപ്പുറത്തും വെറും 2 വട്ടം വരച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് അല്ല സാർ ഇത്. സാർ ഇത് വലിയൊരു സാധ്യതയുള്ള ബിസിനസ്സാ, നിങ്ങളെ മക്കളുടെ ബിസിനസ്സാ. നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മക്കളെയും മക്കളെയും മനസ്സിൽ ജീവിക്കുന്ന ബിസിനസ്സാ. എനിക്കിങ്ങനെ ഒരു ഉപ്പൂപ്പ ഉണ്ടായിരുന്നു അല്ലേ, നമ്മളെ ഏതൊരു ബഷീറിന്റെ കഥയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വായിച്ചത്. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ആനയില്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു ഉപ്പൂപ്പ ഉണ്ടായിരുന്നു, ഒരു ഉപ്പ ഉണ്ടായിരുന്നു, ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു എന്ന് മക്കളെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മും ഉണ്ടായിരുന്നു എന്ന് മക്കളെ മനസ്സിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിനെ സീരിയസ് ആയി കണ്ട് ഇതിന്റെ പ്ലാൻ വട്ടം വരഞ്ഞത് പഠിക്കണം. സംശയം ചോദിക്കണം ലീഡേഴ്സിനോട്. നിങ്ങൾ വർക്ക്ഷോപ്പിലും അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങളതായ മീറ്റിങ്ങുകളിൽ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് സംശയം ചോദിക്കണം. എങ്ങനെ 2,10,000 ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നു? എങ്ങനെ ഈ ബിസിനസ്സിൽ കിടന്നുപോയാൽ വരുമാനം കിട്ടുന്നത്? എങ്ങനെയാണ് സാർ നാളെ ഞാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുമെന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടി എന്നുള്ള സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതിലൊരു ഒടുക്കത്തെ ബിലീഫ് വരാനുണ്ട്, ഒരു ഒടുക്കത്തെ വിശ്വാസം വരാനുണ്ട്. സംശയം തീരുമ്പോ വിശ്വാസം വരും. ഹലോ, ഭാര്യനെ സംശയം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവുമോ? ഭർത്താവിന് സംശയം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവുമോ? സംശയത്തിന്റെ കണിക മാറ്റണമെന്ന്. സംശയം മാറി വിടുന്ന ഭാര്യനെ കുറിച്ചുള്ള സംശയം മാറി വിടുന്ന, ഭാര്യനെ നന്നായിട്ട് അറിയുമ്പോഴാണ് ഭാര്യനെ സംശയം മാറുക. ഭർത്താവിനെ കുറിച്ചുള്ള സംശയം മാറി വിടുന്ന, ഭർത്താവിനെ കുറിച്ച് 100% അറിയുമ്പോ 99% അറിഞ്ഞാൽ പോരാ. അഫ്സൽ സാറിന്റെ ഭാര്യയ്ക്ക് 99% വിശ്വാസമാണ്. അഫ്സൽക്കാ, നിങ്ങൾ എനിക്ക് 99% വിശ്വാസമാണെന്ന് അഫ്സൽഖാന്റെ ഭാര്യ പറഞ്ഞാൽ അഫ്സൽക്കായ്ക്ക് അതൊരു തൃപ്തിയാവുമോ? അല്ലെങ്കിൽ അതൊരു വിശ്വാസമാണോ? അല്ല. നിങ്ങളെനിക്ക് 100% വിശ്വാസമാണ് എന്ന് പറയുമ്പോഴാണ് ആ വിശ്വാസമായിട്ട് മാറുന്നത്. അങ്ങനെ വിശ്വാസം വരുമ്പോ അതിന്റെ ആ വിശ്വാസത്തിന്റെ പുറത്തൊരു കമ്മിറ്റ്മെന്റ്, ഒരു സ്നേഹം, ഒരു കരുതല്, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മൈലേശ്വലിനെ അറിയണം. മൈലേശ്വലിനെ അറിഞ്ഞ് മൈലേശ്വലിൽ വിശ്വാസം വരണം. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 5 വർഷം ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഹലോ, ഇന്നൊരു പക്ഷേ നിങ്ങൾ ലക്ഷപ്രഭു ആയിരിക്കാം, നിങ്ങൾ കോടീശ്വരനായിരിക്കാം, നിങ്ങൾ മൈലേശ്വൽ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങളും കോടികളും അല്ലെ 1000ങ്ങളും 10,000ങ്ങളും നിങ്ങൾ 10 ദിവസം കിടന്നുപോയാൽ കിട്ടുന്ന മേഖലയിൽ നിന്നാണോ? ഗൾഫിലായിരിക്കാം, നാട്ടിലായിരിക്കാം, എവിടെയായിരിക്കാം. നിങ്ങൾ 10 ദിവസം കിടന്നുപോയാൽ സാർ നിങ്ങളെ മേഖലയിൽ നിന്ന് വരുമാനം വരുമോ? മൈലേശ്വൽ മാറ്റി വെക്ക്. നിങ്ങൾ നാളെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വാങ്ങുന്ന വരുമാനം നിങ്ങളുടെ ഫാമിലിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും എല്ലാ മാസവും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ലക്ഷത്തിനും കോടിക്കൊന്നും ഒരു വിലയില്ല സർ. പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒരു മേഖലയാണ് മൈലേശ്വൽ മാർക്കറ്റിംഗ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ മേഖലയിൽ 1 ലക്ഷം രൂപ വരുമാനവും മൈലേശ്വൽ കൂടി ആഴ്ചയിൽ 450 കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു പുച്ഛത്തോടു കൂടി എന്ത് ചെയ്യരുത്, കാണരുത്. പുച്ഛത്തോട് കാണരുത്. കാരണം
മാസം 1 കോടി രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളും ഇതിലുണ്ട് സർ. അദ്ദേഹത്തിന്റെ പേര് മുബീൻ മുഹമ്മദ് എന്നാ. അദ്ദേഹത്തിന്റെ പേര് മുബീൻ മുഹമ്മദ് എന്നാ. അദ്ദേഹം നാളെ ഇല്ലെങ്കിലും ആ വരുമാനം അവരെ വീട്ടിലെത്തും സർ. അദ്ദേഹം ചെയ്ത് മൈലേഷ്യൽ മാർക്കറ്റിംഗാ. ക്ലിയർ? ഇതൊക്കെ മനസ്സിലായ ശേഷം ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി. എന്റെ വരുമാനം എന്ത് ചെയ്തു? ഗ്രാജുവലി വർദ്ധിച്ചു. 1000 എന്നുള്ളത് 2000, 5000, 10,000 ഒക്കെ ആയി. ഇത് വെറുതെ വർദ്ധിച്ചതല്ല. ഞാൻ പല എക്സ്പീരിയൻസ് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, ആ രഞ്ജി സാർ ഐഡിയ അടിച്ചു, രഞ്ജി സാറ് ജോലി ബാങ്കിലാണ്, പാർട്ട് ടൈം ആയിട്ട് ഇതിന്റെ കൂടെ ബിസിനസ് ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഐഡിയ അടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ആഴ്ച വരുമാനം 450, രണ്ടാമത്തെ ആഴ്ച വരുമാനം 900, മൂന്നാമത്തെ ആഴ്ച വരുമാനം 1800, നാലാമത്തെ ആഴ്ച വരുമാനം 2000, 5000 ഇങ്ങനെയൊക്കെ ആയി മാറിയത്. നല്ല സർ, നന്നായിട്ട് പണിയെടുത്തു. ഈ ബിസിനസ്സിന് മനസ്സിലായ ഒരു പാഷനോട് കൂടി പണിയെടുത്തു. നിങ്ങൾ ഇതിന് പണിയെടുക്കുമ്പോ, ഇതിന് വർക്ക് ചെയ്യുമ്പോ നിങ്ങളൊരു പാഷൻ ഇല്ലെങ്കിൽ, ഒരു ഇഷ്ടമില്ലെങ്കിൽ, ഒരു അഭിനിവേശം ഇല്ലെങ്കിൽ ഇതില് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആദ്യം ഇതിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് റിസൾട്ട് കൂടും, ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതിന് റിസൾട്ട് കുറയും. അപ്പൊ ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയാൽ മാത്രം ഇതൊരു ഇഷ്ടം വരുമോ. ആ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട് അല്ലേ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ബിസിനസിന്റെ തുടക്കത്തിൽ 10ഉം 12ഉം പ്ലാന് കൊടുത്തിട്ടായിരുന്നു വീട്ടിൽ കയറുക. വീട്ടിൽ കയറുക. ആ കൊടുത്ത പ്ലാൻ എവിടെയൊക്കെ കൊടുത്തു എന്ന് കൃത്യമായിട്ട് എന്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല. അപ്പോ അങ്ങനെ കൊടുത്തത് കൊണ്ട് അന്ന് തുടക്കത്തിലൊക്കെ നമുക്ക് പെർഫോമൻസ് ബോണസ് ഉണ്ട്. ഇന്ന് TC മുതലാണുള്ളത്. ആഴ്ച വരുമാനത്തിന് കൂടെ മാസ വരുമാനം കൂടിയുണ്ട്. ഇന്നത് TC റാങ്ക് മുതലാക്കിയിട്ടുണ്ട്. ഇന്ന് TCക്ക് വേണ്ട ക്രൈറ്റീരിയ ആണ് അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള നമുക്ക് വേണ്ടത്. 1 ലക്ഷം BV മാച്ചിങ്. എല്ലാ റാങ്കിലും പെർഫോമൻസ് അടിച്ചിട്ടുണ്ട്, എല്ലാ റാങ്കിലും. ഡിസ്ട്രിബ്യൂട്ടർ ലെവലൊക്കെ എന്താ പറയാ, ഒരുപാട് പ്രാവശ്യം പെർഫോമൻസ് അടിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോ അതൊക്കെ അടിച്ചതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു അൺലിമിറ്റഡ് ആയിട്ട് വർക്കിനങ്ങ് ഇറങ്ങി. 10ഉം 12ഉം പ്ലാന് കൊടുത്തിട്ട് രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ വീട്ടിൽ കയറിയ ഇഷ്ടം പോലെ ദിവസമുണ്ട്. വീട്ടിലെത്തുന്ന സമയത്ത് ഭക്ഷണം കേട് വന്നു പോയിട്ട് പച്ചവെള്ളം കുടിച്ച് കിടന്ന ദിവസമുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഒന്നും ഭക്ഷണത്തിനോട് ഇഷ്ടമില്ലായിട്ടോ, ഭക്ഷണം വേണ്ടായിട്ടോ, ഭക്ഷണം ഇല്ലായിട്ടോ അല്ല, നേരെ മറിച്ച് അതിലും വലിയ ഒരു പാഷൻ മൈലേഷനോട് തോന്നിയെന്നുള്ള. ബെല്ലി സാർ എപ്പോഴും പറയലുണ്ട്, ആദ്യം കൂട്ടുന്ന ഇറങ്ങുന്ന കിളിക്കാണ് ആദ്യത്തെ ഇരയാണ്. അപ്പൊ നമുക്ക് ബിസിനസ് പറയാൻ വെച്ച ആളുകളെ വേറെ ആരെങ്കിലും ടീമിലായി പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടല്ലേ. 1 man is a 1 industry. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ബെല്ലി സാറിന്റെ ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നത് ഏകദേശം ഒരു 5 കോടി 6 കോടിയുടെ ബിസിനസ്സാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ വേറെ ആരെങ്കിലും ഓർഗനൈസേഷനിലായിരുന്നെങ്കിൽ അത് അങ്ങോട്ട് പോകുകയല്ലേ. അപ്പൊ ഒരു വ്യക്തിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. റഷീദ് എന്ന് പറയുന്ന വ്യക്തി കൂടെ ഉമ്മർ ഉസ്താദിന്റെ ടീമിലേക്ക് വന്നിട്ടുള്ളത് കോടികളെ ബിസിനസ്സാ. എത്ര കറക്റ്റ് ടേൺ ഓവർ എത്ര എനിക്കറിയില്ല, എന്തായാലും കോടികളെ ബിസിനസ് വന്നിട്ടുണ്ട്. 1 man is a 1 industry. ആ റഷീദ് സാർ വേറെ ആരെങ്കിലും ടീമിലായിരുന്നെങ്കിൽ ആ ബിസിനസ് അങ്ങോട്ട് പോകൂലേ. നോക്കൂ നിങ്ങൾ. അപ്പോ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന ഓനോട് നാളെ പറയാ, ഓനോട് മറ്റന്നാ പറയാ, ഓനോട് വേറെ ആരും വന്ന് പറഞ്ഞാലോ നിൽക്കുകയല്ല, എന്റെ കൂടെ തന്നെ വരും എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങളെ ബുദ്ധിയാണോ ശരി? അല്ല, വേഗം ഓൻ എന്റെ ടീമിൽ കൊണ്ടുവരണമോ? ഓൻ എന്റെ സുഹൃത്താണെങ്കിൽ ഓന്റെ അളിയൻ ചിലപ്പോൾ മൈലേഷ്യൽ ചെയ്യുന്നുണ്ടാവും, ഓന്റെ അമ്മാവൻ ചിലപ്പോൾ മൈലേഷ്യൽ ചെയ്യുന്നുണ്ടാവും. അപ്പോ ഓൻ എന്റെ കൂടെ വരും, എന്നാൽ എന്റെ കൂടെ വരും എന്ന് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളാണോ ബുദ്ധിമായ? അല്ല, വേഗം ഓനോട് പറഞ്ഞിട്ട് എന്റെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ആളാണോ ബുദ്ധിമായ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര സമയം, എത്ര ദിവസങ്ങൾ ഇതിൽ പല ആളുകളും ലാഗ് ചെയ്യുന്നു. എക്സ്ക്യൂസ് പറഞ്ഞ് പല കാരണങ്ങളും പറഞ്ഞ് കല്യാണം, കൂടല്, മരണം, അല്ലെങ്കിൽ പാല് കാച്ചല്, അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ജീവിതത്തില് രക്ഷപ്പെടേണ്ട സമയത്ത് നിങ്ങൾ കശാപ്പ് ചെയ്യുമ്പോ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ ബന്ധുവിന്റെ സുഹൃത്തിന്റെ അടുത്തെത്തും. അയ്യോ ഓൻ പോയി, ഓൻ ടീം പോയി, ഞാൻ GTS കണ്ടീനും മറ്റവന്റെ കൂടെ വന്നത് എന്നൊന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അനുഭവമാണ് കേട്ടോ പറയുന്നത്, അനുഭവം. അങ്ങനെ തുടക്കത്തിൽ 10ഉം 12ഉം പ്ലാന് കൊടുത്ത് ഈ ബിസിനസ് ചെയ്ത് ഇത്ര പ്ലാന് കൊടുക്കണം എന്നുള്ളത് സത്യത്തിൽ ഒരു സെൽഫ് ടാർഗറ്റ് വെച്ച്
ഇത്ര ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു സെൽഫ് ടാർഗറ്റ് വെച്ച് ചെയ്ത സമയത്ത് വളർച്ച കുറച്ചുകൂടി വേഗത്തിലായി. ഹലോ, അങ്ങനെ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തു, പതിയെ 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 ഗ്രാജുവലി കയറി പെർഫോമൻസ് ബോണസും മറ്റുള്ള ലോയൽറ്റി ബോണസും മറ്റുള്ള വരുമാനങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇതിൽ കിട്ടിത്തുടങ്ങി. കടങ്ങൾ ഉണ്ടായിരുന്നു, കടങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങിക്കണം എന്നുള്ളത്. DTC റാങ്കിൽ നിന്ന് ZTC റാങ്കിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം രൂപേന്റെ കാർ ഇതിൽ കൂടി പർച്ചേസ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ പറ്റി. അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ MD കയ്യിൽ നിന്ന് തന്നെ ആ അംഗീകാരം, MD മകന്റെ കയ്യിൽ നിന്ന് തന്നെ ആ അംഗീകാരം വാങ്ങിക്കാൻ പറ്റി എന്നുള്ള. പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ വരുമാനം മാത്രമല്ല, അംഗീകാരവും ആദരവും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഈ ബിസിനസ് കൂടി കിട്ടും എന്ന് മനസ്സിലായി. അപ്പോ പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു, ഈ 2,10,000 എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ കമ്പനിയുടെ 616-ാമത്തെ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനം തന്നു കമ്പനി, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഹലോ, അപ്പം പതിയെ പതിയെ രണ്ടാമത്തെ ഐഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് ആ രണ്ടാമത്തെ ഐഡിയും RTC റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലെത്തി. ഹലോ, അപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഐഡിയ എടുത്ത് ചെയ്യണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. 3 ഐഡിയ എടുത്ത് ചെയ്യണം. കാരണം ഇതൊക്കെ നമുക്ക് വരുമാനം വാങ്ങിക്കാനൊക്കെ ഉള്ളതാണ്. നോക്കൂ, നിങ്ങൾ രണ്ടാമത്തെ ഐഡിയയിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് ബാങ്കില് 1.5 മാസം കിട്ടുന്ന ശമ്പളമാണ്. രണ്ടാമത്തെ ഐഡിയയിൽ കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനം വേറെ എവിടെ കിട്ടും നിങ്ങൾ പറയും? മൈലേശൽ മാറ്റി വെച്ച് ഞാൻ ഇപ്പോഴും ബാങ്കിൽ ഉണ്ടാവുക 35,000 രൂപ ശമ്പളവും എവിടെയും തയ്യാത്തൊരവസ്ഥ, ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാഹചര്യം ഇല്ലേ ഉണ്ടാവുക? നോക്കൂ നിങ്ങൾ. ഇപ്പോ റഷീദ് സാറും ഞാനും ഒക്കെ ഈ ബിസിനസ്സിൽ വേറൊരു വരുമാനം കൂടി വാങ്ങി. കുറെ ആൾക്കാർ, നിങ്ങളുടെ ടീമിൽ കുറെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു കമ്പനി മാസം ശമ്പളം കൊടുത്താൽ ആ ശമ്പളത്തിന് പിന്നെയും കൂട്ടിവെച്ച് അതിന്റെ ഇത്ര ശതമാനം കണക്കാക്കി പിന്നെയും വർഷത്തിൽ കൊടുക്കുവോ? ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുമോ? ഇല്ല. എന്നാ മൈലേഷൽ മാർക്കറ്റിംഗ് തന്നു സാർ. മൈലേഷൽ മാർക്കറ്റിംഗ് തന്ന ആഴ്ച വരുമാനത്തെ മൊത്തത്തിൽ കണക്കാക്കി ആ ആഴ്ച വരുമാനത്തിൽ ഇത്ര ശതമാനം തന്ന് വാർഷിക ബോണസായി തന്നു. നോക്കൂ നിങ്ങൾ, പ്രതീക്ഷിക്കാത്ത പൈസ TDF എന്ന് പറയും. അതിന് വേഗം നിങ്ങൾ ZTC റാങ്ക് പിടിച്ചാൽ മതി, ZTC റാങ്ക്. അപ്പോ സത്യത്തിൽ ഞാൻ നുള്ളി നോക്കി, കാരണം എനിക്ക് ഭ്രാന്തായതാണോ ഇനി കമ്പനിക്ക് ഭ്രാന്തായതാണോ എന്താ സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു കമ്പനി കൊടുത്ത വരുമാനത്തിന് വീണ്ടും വരുമാനം. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങ് ഇല്ലാണ്ടായാലും നമ്മൾ കിടന്നുപോയാലും നമ്മളെ കുടുംബം സേഫ് ആണ്. അങ്ങനെ സേഫ് ആക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്. അപ്പോ ഇനിയിപ്പോ എന്താ വെച്ചാൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട. ഇനി അങ്ങോട്ടുള്ള റാങ്കുകൾ കിട്ടാനുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വരുമാനം. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ വരുമാനം 450 കിട്ടി, രണ്ടാമത്തെ ആഴ്ച വരുമാനം ഇല്ലാത്ത സമയത്തും, മൂന്നാമത്തെ ആഴ്ച 450 900 കിട്ടി, നാലാമത്തെ ആഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് വരുമാനം ഇല്ലാത്ത സമയത്തും ഈ ബിസിനസ്സിൽ അന്ന് ഇതിന്റെ എൻഡ് കണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് കണ്ട് നിന്നത് കൊണ്ടല്ലേ ഇന്ന് ഇത് വാങ്ങിക്കാൻ പറ്റിയത്, അല്ലെ ഇന്ന് ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയത്, ഇന്ന് ഇതേപോലുള്ള അംഗീകാരങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. ഇതൊന്നും ഞാൻ എന്റെ പൊങ്ങച്ചായിട്ട് പറയല്ല, ഇതൊക്കെ നിങ്ങൾക്കൊന്നും ഇടാൻ പറ്റും, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ലാഗ് ചെയ്ത് ചെയ്യുന്ന സ്വഭാവം എന്ത് ചെയ്യുക, മാറ്റിയിട്ട് ഇത് എന്തുകൊണ്ടറിയോ, പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, ചില ദിവസം ഫീൽഡിലേക്ക് ഇറങ്ങും, ചില ദിവസം ഫീൽഡിലേക്ക് ഇറങ്ങൂല. വല്ലപ്പോഴും ഒരാളെ കാണും, അയാളെ ബിസിനസ് കൊണ്ടുവരും, പിന്നെ അവരേതായ തിരക്കിലേക്ക് പോവും, പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരാളെ കൊണ്ടുവരും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ടീം ഉണ്ടാവൂല, ഗ്രൂപ്പേ ഉണ്ടാവും. കുറച്ച് ആളുകളെ ഗ്രൂപ്പ് ഉണ്ടാവും, ടീം ഉണ്ടാവൂല. എന്താ ടീമും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ടീം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ നിങ്ങൾ, ടീം എന്ന് പറഞ്ഞാൽ ഒരു വിഷനോട് കൂടി, ഒരു മിഷനോട് കൂടി, ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ മനസ്സോട് കൂടി, ഒരേ പാഷനോട് കൂടി, ഒരേ ആർജവത്തോടു കൂടി, ഒരേ ആവേശത്തോടു കൂടി ഒരുമിച്ച് ഒരു ചങ്കായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് ടീം വർക്ക് എന്ന് പറയുക. ടീം. ഗ്രൂപ്പ് അങ്ങനെയല്ല, ഗ്രൂപ്പ് എപ്പോഴും ചെതറിപ്പോവും. അപ്പൊ ഒരു ടീം ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഇതിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആഴ്ചയിൽ വരുമാനം കിട്ടുക. ഗ്രൂപ്പ് ഉണ്ടാവുന്നവർക്കല്ല. അപ്പം
ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആർക്കും കഴിയും, ടീം ഉണ്ടാക്കാൻ എന്ന് മനസ്സിലാക്കി ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലായി. കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ, പണ്ട് നാട്ടുപുറത്തൊക്കെ നമ്മൾ പറയലുണ്ട്, കൊലച്ചിലുമ്മിൽ എന്തോ ആയതുപോലെ എന്നൊക്കെ പറയും. തേങ്ങേന്റെ കൊലച്ചിലിന്റെ മുകളിൽ എന്തോ ആയതുപോലെ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില ആളുകൾ അതിനെ ഗ്രൂപ്പ് എന്ന് പറയും. അതെപ്പോഴും ചെതറിപ്പോവും. ടീം അതല്ല. ടീം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ 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 ആവേശത്തോടു കൂടി, ഒരേ മനസ്സോടു കൂടി, അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒരേ ലക്ഷ്യത്തിന് ഒരുമിച്ച് വിജയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന ആളുകളെ ടീം എന്ന് പറയാം. ആ ടീമാണ് ഇതിൽ വേണ്ടത്. ആ ടീം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിക്കണം. കാരണം രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നു, 450 കിട്ടി. പിന്നെ നമ്മളെ പെരുമാറ്റം ശരിയല്ല, നമ്മളെ സ്വഭാവം ശരിയല്ല, അവനെ ചീത്ത പറയുന്നു, ഇവനെ ചീത്ത പറയുന്നു, അവന്റെ കുറ്റങ്ങൾ കാണുന്നു, മറ്റുള്ളവന്റെ കുറ്റങ്ങൾ കാണുന്നു. സംഭവം നമ്മൾ അവന്റെ ലീഡർ ആയിരിക്കാം, പക്ഷെ നമ്മൾ കുറ്റം കാണുന്ന ആളാണെങ്കിൽ, കുറവുകൾ കാണുന്ന ആളാണെങ്കിൽ, നമ്മൾ ഈ ബിസിനസ് പച്ച തൊട്ടില്ല. 2 ആളല്ല 2000 ആള് വന്നിട്ട് കാര്യമില്ല. ഹലോ, ആളുകളെ കുറവുകളല്ല, ആളുകളെ നിറവുകൾ കാണാൻ പറ്റണം. ആളുകളെ കുറവുകളല്ല, ആളുകളെ നിറവുകൾ കാണാൻ പറ്റണം. ആളുകളുടെ പോസിറ്റീവ് കാണാൻ പറ്റണം. പോരായ്മകൾ ഇഷ്ടം പോലെ എല്ലാ ആളുകൾക്കുണ്ടാവും. എനിക്കും നിങ്ങൾക്കും പോരായ്മ ഉണ്ടാവും. ഞാനും നിങ്ങളും പൂർണ്ണമായിട്ടും പൂർണ്ണതയിലെത്തിയ ആളുകളല്ല. ഞാനും നിങ്ങൾക്ക്, എനിക്ക് എൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളായ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സിനെ കാണാൻ പോകണ്ട, ആ നെഗറ്റീവ്സിനെ നന്നാക്കാൻ പോകണ്ട. എല്ലാവർക്കും പരാതി എന്താ പറയുക, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പരാതി എന്താ അറിയോ, നിങ്ങൾ വർക്ക് ചെയ്യും പോലെ, നിങ്ങൾ ബിസിനസ് കണ്ട പോലെ നിങ്ങൾ താഴെയുള്ള കാണുന്നില്ല. ഇതല്ലേ എല്ലാവരും പരാതി. ഇതെല്ലാ കാലത്തും എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും ഉള്ളതാ. നമ്മൾ പൂർണ്ണമായിട്ടും തികഞ്ഞവനും മറ്റുള്ളവനൊന്നും തികയാത്തവനായിട്ടാണ് പല ആളുകളും കാണാം. അപ്പൊ മറ്റുള്ളവന്റെ പോരായ്മ കണ്ട് അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവന്റെ നിറവുകൾ കണ്ട്, അവന്റെ പോസിറ്റീവ് കണ്ട് അവനെ അംഗീകരിക്കാനും അവനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവനെ ചേർത്ത് നിർത്താനും അവനെ സഹോദര തുല്യം കാണാനും പറ്റുമെങ്കിൽ യു ആർ എ ലീഡർ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാലത്തും ഇതിന് പണിയൊന്നുമില്ലപ്പാ. ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ ടീം ബിൽഡിങ്. ആ ടീം ബിൽഡിങ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണ്. 2ാമത്തെ വർഷം 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഒരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീം മെയിൻറ്റെയിനിങ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ മാറും. ഹലോ, ആ മെയിൻറ്റെയിനിങ്ങിലേക്ക് മാറുന്ന സമയത്ത് ഇത്രയൊന്നും പണിയില്ല. വളരെ സിമ്പിളാ. നന്നായിട്ട് ചിരിക്കാൻ പഠിക്കണം. ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ചിരി. ആക്കിയ ചിരിയുണ്ട്, ആക്കിയ ചിരിയല്ല. സ്നേഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പഠിക്കണം. എനിക്കിപ്പോ പേടിയാ, കാരണം നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടിട്ട് അത് നമ്മളെ വേറെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിരിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് മതി അവർക്ക്. നമ്മളെ ആർട്ടിസ്റ്റ് ലീഡർ ചിരിച്ചില്ല, അയാൾക്ക് ഭയങ്കര അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബിസിനസ് വിട്ടുപോകാൻ അത് മതി. അപ്പൊ ഇപ്പൊ എപ്പോഴും കാണുമ്പോൾ ഒരു ചിരി എന്നുണ്ടാവും, മുഖത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും വേറെ ആരുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ആ ചിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ടീം ബിൽഡിങ്ങിലാണ് ഇതിന്റെ പണി. ആ പണി എടുക്കേണ്ട സമയത്ത് നിങ്ങൾ വല്ലപ്പോഴും പോയി ഒരാളെ കാണുകയും വല്ലപ്പോഴും പോയി ഒരാളെ കൊണ്ടുവരികയും കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ തിരക്കിലേക്ക് പോവുകയും പിന്നെ ഒരാളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ, ഈ പണ്ട് തോട്ടുന്നൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ തോട്ടുന്ന് മീൻ പിടിക്കും. ഈ മീൻ പിടിക്കുന്ന സമയത്ത് ഈ തോർത്തും കൊണ്ടുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ തോട്ടിലാണ് കുളിക്കാൻ പോവുക. ഇന്ന് വീട്ടിൽ കിണറൊക്കെ ഉണ്ടെങ്കിലും കുളിയൊക്കെ അധികം തോട്ടുന്ന. നിങ്ങളെ നാട്ടിലെന്തായാലും പറയാന്ന് എനിക്കറിയില്ല. മലപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരുടെ ഇതില്, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നാടൻ ഭാഷ. അപ്പൊ തോട്ടില് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, തോർത്ത് കൊണ്ടുകൊണ്ട് മീൻ പിടിക്കും. ഈ മീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മീൻ പിടിച്ചു കഴിഞ്ഞാൽ ബക്കറ്റിലിടും. ബക്കറ്റിലിടാത്ത മീൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വെള്ളത്തിലേക്ക് വീണ്ടും പോകും. അപ്പോ നിങ്ങൾ സിസ്റ്റത്തിലല്ലെങ്കിൽ നിങ്ങൾ പിടിക്കുന്ന മീനൊക്കെ വീണ്ടും വെള്ളത്തിൽ പോയി, ആ വെള്ളത്തിൽ പോയ മീൻ എന്ത് ചെയ്യുന്നുണ്ടാ പറയോ, നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഒരൊറ്റ മീൻ അങ്ങ് കിട്ടൂല. പിന്നെ നാട്ടിൽ മൊത്തം നെഗറ്റീവൊക്കെ ആ മീൻ മതി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എവിടെയാണ് ഇതിന്റെ ബക്കറ്റ് എന്ന് ചോദിച്ചാൽ, മൈലേഷന്റെ ബക്കറ്റാണ് സൂം മീറ്റിംഗ്. മൈലേഷന്റെ ബക്കറ്റാണ് ആഴ്ചയിലെ GTS. മൈലേഷന്റെ ബക്കറ്റാണ് കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ്. മൈലേഷന്റെ ബക്കറ്റാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. മൈലേഷന്റെ ബക്കറ്റാണ് ഇവന്റുകൾ, പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ, മീറ്റിങ്ങുകൾ. ഹലോ, ആ ബക്കറ്റിലിടണം. ആ ബക്കറ്റിലിട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ മീൻ അവിടെ കിടന്ന് വലുതായിക്കോളും. പിന്നെ നമ്മൾ സഹായിച്ചു കൊടുത്താൽ മതി. അതിന് വേണ്ട വെള്ളവും വളവും തീറ്റയും ഒക്കെ കൊടുത്താൽ മതി, അവിടെ വലുതായിക്കോളും. ബക്കറ്റിലിട്ടില്ലെങ്കിൽ നേരെ അത് വെള്ളത്തിലേക്ക് പോകും.
വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മീനിനെയും കിട്ടില്ല. ബാക്കി എല്ലാ മീനിനെയും അത് അറിയിക്കൂ, ആ ഇങ്ങനെ നമ്മൾ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഭാഷയിലാണ് അറിയിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ സിസ്റ്റം, ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൂടെ വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം ഈ സാധ്യതകൾ. അവർ ആ സിസ്റ്റത്തിൽ നിന്ന് പഠിക്കും. അങ്ങനെ വരുമ്പം എന്നിട്ട് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരെ കൂടെ നിൽക്കുകയും അഹങ്കാരം തീരെ ഇല്ലാതെ ലീഡർഷിപ്പ്, ചില ആളുകൾക്ക് ലീഡർഷിപ്പ് കയറിപ്പോകും. ലീഡർഷിപ്പ്, ഓ ഞാൻ സ്റ്റാറായി, സ്റ്റാർ ആകുമ്പോഴേക്ക് 2 ഇഷ്ടിക കക്ഷത്തിൽ വന്നു, പിന്നെ ഫീൽഡിലൊന്നും ഇറങ്ങാനാവൂല. ഹലോ, ഫീൽഡിലൊന്നും ഇറങ്ങാനാവില്ല. കാരണം എന്താ, പിന്നെ പണിയെടുക്കേണ്ട ആരാ, താഴെയുള്ളവനാ. ഓ കുന്തം എടുക്കും, കുന്തോ. ഹലോ, ഓരോ ചുക്കും ചുണ്ണാമ്പ് എടുക്കൂലാന്ന്. നിങ്ങൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ല, റൂബി എന്ന് പറഞ്ഞ ഒരു സംഭവമല്ല. ഞാൻ പറയുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. ഇഷ്ടം പോലെ റാങ്കുകളും ഇഷ്ടം പോലെ വരുമാനം മുകളെ കിടക്കുക. എന്തിനാ നമ്മള് ഈ മസിൽ പിടിക്കുന്നത്? നിങ്ങൾ ആരും ഉണ്ടായിട്ടല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പൊതുവെ ഇങ്ങനെ കാണുന്നുണ്ട്. റൂബിയായി, TC ആയി, ഞാനെന്തോ വലിയ സംഭവമായി. ഒരു സംഭവമല്ല, ഒരു സംഭവമല്ല സർ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് 2-10 കിട്ടുന്നുണ്ടോ? എല്ലാ ആഴ്ച 2-10 കിട്ടി തുടങ്ങിയോ? നിങ്ങൾ 2-4 ഇഷ്ടിക കക്ഷത്തിൽ വെച്ചോ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അതിനു മുമ്പേ ഈ ഇഷ്ടിക എടുത്ത് കയറ്റി വെക്കരുത്. ഫീൽഡിൽ ഇറങ്ങി ടീമിനെ ബിൽഡ് ചെയ്യണം. ടീമിനെ, ഗ്രൂപ്പിനെ അല്ല, ടീമിനെ ബിൽഡ് ചെയ്യണം. ടീമിനെ ബിൽഡ് ചെയ്യണ കൺസിസ്റ്റൻസി, സ്ഥിരത വേണം. കാരണം എന്താ, ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. ഒരു ലക്ഷ്യമില്ലാത്ത ആളാണ് നിങ്ങൾ, ഒരു ഏർപ്പാട് പോലെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഹലോ, ഒരു ഏർപ്പാട് പോലെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരാള് പോലും നിങ്ങളെ കൂടെ നിൽക്കുകയില്ല. ചില കേസുകൾ നിങ്ങൾ കണ്ടില്ല, എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാപ്പയും മക്കളും ഒക്കെ അതിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചാളെ, എന്നാലും പറയാ, ചില ഭാര്യമാര് ചില ഭർത്താക്കന്മാരെ വിട്ട് ഒളിച്ചു കൊടുന്നില്ലേ, വേറെ ആളെ കൂടെ പോകുന്നില്ലേ? എന്തുകൊണ്ടായ കാരണം? എന്തുകൊണ്ടാ? അവര് കൃത്യമായിട്ട് അവരെ സ്നേഹത്തിൽ പരിചരിക്കാത്തതും നോക്കാത്തതും, അവർക്ക് അർഹതപ്പെട്ടത് അല്ലെ സ്നേഹം കിട്ടാത്തതും, അല്ലെങ്കിൽ സെക്ഷൽ ലൈഫൊക്കെ ഒരു ഏർപ്പാട് പോലെ നടക്കുന്നതുകൊണ്ട്, ഞാൻ പച്ചേ പറയാം, സെക്ഷൽ ലൈഫൊക്കെ ഒരു ഏർപ്പാട് പോലെ നടക്കുന്നതുകൊണ്ടും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മാറാത്തത് കൊണ്ടാണ് പല കേസുകളും. ഭാര്യമാര് പോകുന്നു, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് മാറി വേറെ സ്ത്രീകളെ കൂടെ പോകുന്നു. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതും ബിസിനസ് കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. അപ്പൊ ഏർപ്പാട് പോലെ എന്ത് ചെയ്താലും, ഏർപ്പാട് പോലെ എന്ത് ചെയ്താലും സക്സസ് ആവില്ല. സ്വന്തം ഭാര്യ വരെ വിട്ടുപോകും, സ്വന്തം ഭർത്താവ് വരെ വിട്ടുപോകും. പിന്നെയാണോ ബിസിനസ്സിൽ അരമണിക്കൂർ കൊണ്ട് പ്ലാൻ പറഞ്ഞു വന്ന കക്ഷി? അപ്പൊ ഏർപ്പാട് പോലെ ചെയ്യരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിട്ട് ചെയ്യരുത്. ആ ചെയ്യുന്നതിൽ ഒരു പാഷൻ വേണം, ആ ചെയ്യുന്ന ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യണം. എന്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുമ്പോൾ അതൊരു ഇഷ്ടത്തോടു കൂടി, അതൊരു പാഷനോട് കൂടി, ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം. അപ്പോഴാ ടീം വരിക. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ടീം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം ഉണ്ടാവുകയില്ല. ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് തുടക്കത്തിൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തായാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ സമയമായി തോന്നുന്നു.